ഹായ്, ഈ ഒരു വീഡിയോയിലൂടെ ഞാനൊരു സാധനം കാണിച്ചു തരാം. ഒരു സാധനം നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരാം. അതായത് ഞാൻ എന്നെ തന്നെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഒരു ചാലഞ്ച് എടുത്ത സമയത്ത് അത് നടക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചു. ആക്ച്വലി അത് വർക്കായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു സംഭവമാണ്. എന്താന്ന് വെച്ചാല് നമ്മള് ഇന്നലെ ഒരു മീറ്റിംഗ് ഇരുന്നു. ഞാനും എന്റെ പേഴ്സണൽ പ്രൊഫൈൽസും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ നമ്മളൊരു ടീമുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്തു. എനിക്കുണ്ടായ മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ സമയമില്ല എന്നുള്ളതാണ്. അതായത് ഒന്നെങ്കിൽ മീറ്റിംഗ്സ് അല്ലെങ്കിൽ ടീമിന്റെ എന്തെങ്കിലും കൊടുക്കാനുണ്ടാവും, അങ്ങോട്ട് ഇങ്ങോട്ട് പോകാനുണ്ടാവും, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിട്ട് വർക്കും കാര്യങ്ങളായിട്ട് വീഡിയോ പ്രോപ്പറായിട്ട് കുറച്ച് പ്രിപ്പയർ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി പറ്റാത്തൊരു പ്രശ്നമല്ല. അതായത് നെക്സ്റ്റ് വീഡിയോ എടുക്കുന്നത് പെട്ടെന്നാക്കി എടുക്കുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം അത് മാറ്റാൻ വേണ്ടി നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ട് മാക്സിമം ഒരു 5-6 കണ്ടന്റ് ഒക്കെ ഒരൊറ്റ സ്ട്രെച്ചിൽ എടുത്താൽ എന്താവും പറ്റൂല എന്നുള്ള രീതിയിൽ ഡിസ്കസ് ചെയ്തു. ഇന്നലെ രാത്രി നമ്മൾ ഇരുന്ന് കോണ്ടന്റ് കുറച്ച് പ്ലാൻ ചെയ്തു. ഞാനും കുറച്ച് ക്രിയേറ്റ് ചെയ്ത്, ടീമും കുറച്ച് ക്രിയേറ്റ് ചെയ്ത് ഡിസ്കഷൻ ചെയ്ത് അറൗണ്ട് 16 കണ്ടന്റ് എടുത്തു. അപ്പം 16 കണ്ടന്റ് എടുത്തല്ല, എഴുതി. യൂട്യൂബിലേക്കുള്ള ലെങ്ത് വീഡിയോ ആണ്, ഷോർട്സ് അല്ല. ഷോർട്സ് ആണ് പെട്ടെന്ന് കഴിയും. പക്ഷെ ലെങ്ത് വീഡിയോ ഒരു 10 മിനിറ്റ്സ് ആ റേഞ്ചിലുള്ള ഒരുപാട് വീഡിയോസ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അറൗണ്ട് ഒരു 9 വീഡിയോസ് ഇപ്പൊ കംപ്ലീറ്റ് ആയി. അപ്പം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, ആക്ച്വലി ഇതിന് മുന്നൊക്കെയുള്ള എന്റെ പ്രശ്നം എന്തായിരുന്നു വെച്ചാല്, വീഡിയോ ചെയ്യാനുള്ള ഇതില്ല എന്നുള്ള കുറച്ച് കൺസേൺസ് ആയിരുന്നു. പക്ഷെ നമ്മളത് എല്ലാം റെഡി ആയിട്ട് ചെയ്യാന്ന് പറയുമ്പോൾ അത് നടക്കാത്തൊരു അവസ്ഥ എന്നുള്ളൊരു എനിക്ക് തന്നെ തോന്നിയ ഒരു കംഫർട്ട് പരിപാടി അടിക്കുന്നുണ്ടോ എന്ന് തോന്നിയപ്പോൾ തന്നെ ഞാൻ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ഒരു ദിവസം ഡെഡിക്കേറ്റ് ചെയ്ത് ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഇന്ന് കംപ്ലീറ്റ് വീഡിയോ ഷൂട്ട് ചെയ്യണം. എന്ത് വന്നാലും എങ്ങനെ വന്നാലും ബാക്കിയുള്ള വർക്ക് അതിന് ശേഷം ചെയ്യാമെന്ന് വിചാരിച്ച് ഒരു മോർണിംഗ് തൊട്ട് നമ്മൾ ഓഫീസിലെത്തി കുറച്ച് പെൻഡിങ് ടാസ്കുകളൊക്കെ ക്ലിയർ ചെയ്തതിനു ശേഷം ടീമിന്റെ ടാസ്ക് അസൈൻ ചെയ്തതിനു ശേഷം നേരെ എന്താക്കിയതാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ അതിലൊരു കാര്യങ്ങളും സെറ്റപ്പ് ഒക്കെ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. സോ ഇതാണ് ഈ സോൾവിലാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഷൂട്ടിംഗ് റൂം വരുന്നത്. അപ്പം ഷൂട്ടിംഗ് റൂമിൽ നമ്മളെ വീഡിയോ കാര്യങ്ങൾ, ഇവിടെ ട്രൈപോഡ്, ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്, സെറ്റപ്പ് ഉണ്ട്. ഞാൻ ചെയ്ത പണി എന്താ വെച്ചാൽ, അതായത് നമ്മൾ വീഡിയോ ഓവർ ടൈം ലാഗാവാതെ ടൈമർ വെച്ചു. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ കാണാം ഞാൻ ഓരോ കോണ്ടന്റുകൾ, ഇപ്പം എത്ര കോണ്ടന്റുകൾ ഉണ്ട്, കോണ്ടന്റ് ഐഡിയാസ് ഉണ്ട്. ഈ ഐഡിയന്ന് ഞാൻ ഡെവലപ്പ് ചെയ്ത കാര്യങ്ങളെ കുറിച്ച് മൊത്തം 9 വീഡിയോ ഇപ്പം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ബാക്കി കുറച്ച് വീഡിയോസും കൂടി എന്താക്കാനുണ്ട്, ചെയ്യാനുണ്ട്. സോ ആക്ച്വലി ഞാൻ പറഞ്ഞ കാര്യം എന്താ വെച്ചാല്, നമ്മൾ മെനക്കെടാൻ റെഡി ആയി നമ്മൾ ഇറങ്ങിയാൽ മാത്രമേ ഇത് നടക്കുള്ളൂ. എല്ലാം ആരും വിചാരിച്ചിട്ടും കാര്യമില്ല. സോ ടീം ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പണിയിലാണ്, ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. സോ അപ്പം അതായത് ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ കഷ്ടപ്പെട്ട് ആ ഒരു സാധനം ചെയ്യാൻ നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊരിക്കലും പോസിബിൾ ആവില്ല. ഇപ്പം എന്റെ കേസിൽ ഞാൻ ഓൾറെഡി ഇന്നൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പം നമ്മളെ അത്ര ഡെഡിക്കേറ്റ് ചെയ്ത് പ്ലാൻ ചെയ്തുകൊണ്ട് ഞാൻ മാക്സിമം നോക്കി ആ മീറ്റിംഗ് ഒന്ന് സാറ്റർഡേയിലേക്ക് പോസ്റ്റ്പോൺ ചെയ്തപ്പോൾ നമുക്ക് ഇന്ന് എന്തായി, ആ ഒരു ഷൂട്ട് എടുക്കാനും പറ്റി, ആ ഷൂട്ട് അഗ്രസീവായിട്ട് കംപ്ലീറ്റ് ചെയ്യാനും പറ്റി. സോ അതാണ് ഞാൻ പറഞ്ഞ പോയിന്റ് എന്താ വെച്ചാൽ, ആ ഒരു കോണ്ടന്റ് ചെയ്യാന്നുള്ളത് ഒബ്വിയസ്ലി ഒരു മടിയുള്ള കാര്യമാണ്, അല്ലെങ്കിൽ ഒരു കുറച്ച് മെനക്കെടുള്ള കാര്യമാണ്. അപ്പം അത് കംപ്ലീറ്റ് ആക്കാൻ നമ്മൾ എന്നെ മുന്നിട്ട് ചെയ്താൽ മാത്രമേ അത് നമുക്ക് എന്താക്കുള്ളൂ, പോസിബിൾ ആവുള്ളൂ. സോ അതുകൊണ്ട് നിങ്ങൾ കഷ്ടപ്പെട്ട് അത് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. അതിന്റെ റിസൾട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് അല്ലേ. എന്തായാലും അത് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരുപാട് ടാസ്ക് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സോ ബൈ.